എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളിൽ യുഡിഎഫ് മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ഡിസിസി അധ്യക്ഷനും കൊച്ചിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ മുഹമ്മദ് ഷിയാസ്. സംസ്ഥാനത്തും ചരിത്ര വിജയം നേടും. ആർഎസ്എസ് ബിജെപി വോട്ടുകൾ കൊണ്ട് ജയിക്കാമെന്ന് പി രാജീവ് ഇനിയും കരുതേണ്ടെന്നും മുഹമ്മദ് ഷിയാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ജില്ലയിലുടനീളം കനത്ത പോളിംഗാണ് എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചി നിയോജകമണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ജില്ലയിലുടനീളം വലിയൊരു പോളിംഗാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡിസിസി പ്രസിഡന്റ് എന്ന നിലയ്ക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കും ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലത്ത് ജനങ്ങളുടെ ദുരിതവും ദുഃഖവും അത് മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു വിധിയെഴുത്താണ് നടത്തിയത്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ യുഡിഎഫിന് അനുകൂലമായ ഒരു വലിയ തരംഗം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സർക്കാരിനെ താഴെ ഇറക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. ഈ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഒരു ആരോപണം വയനാട് ഫണ്ട് ടിപ്പായിരുന്നു. അതും പ്രധാനമായിട്ട് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് മാത്രം നമുക്ക് കണക്കാക്കാൻ സാധിക്കും. വയനാടിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒന്ന് ആലോചിച്ച് നോക്ക്. മാസങ്ങളോളം ജയിലിൽ കിടന്ന നേതാക്കന്മാർക്കെതിരായി ഒരു നടപടി സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ പ്രാഥമികമായ അന്വേഷണം നടത്തി അവർക്കെതിരായി നടപടി സ്വീകരിക്കേണ്ട പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ്? ഈ കളവ് മുതൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു കൊണ്ടുപോയതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചർച്ചാ വിഷയമാണ്. ഈ ജില്ലയിലുടനീളം വലിയ പോളിംഗ് ആണ്. പ്രത്യേകിച്ച് കുന്നത്തുനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ ഒരു പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും രോക്ഷമായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? തീർച്ചയായും. കുന്നത്തുനാട് പോലുള്ള ഒരു സ്ഥലത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു അരാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ആ രാഷ്ട്രീയ പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കന്മാരെയും നാട് നീളെ നടന്ന് വിമർശനം നടത്തിയ ഒരു പാർട്ടി. രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും അഴിമതിക്കാരും കെടുകാര്യസ്ഥത നിറഞ്ഞവരും ഒക്കെയാണ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇന്ത്യയിൽ ഭരണഘടന തകർക്കണം, ഭരണഘടന ഇല്ലാതാക്കണം, ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷതയെ തകർക്കണം എന്ന് പറയുന്ന ഒരു പാർട്ടിയോടൊപ്പം ഒരു ദിവസം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരായിട്ടുള്ളൊരു പ്രതിഷേധം കൂടിയാണ്. ജില്ലയിലെ എല്ലാ സീറ്റുകളും യുഡിഎഫ് തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ല, അഭിമാനകരമായിട്ടുള്ള വിജയം ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഉണ്ടാകും. 14 നിയോജകമണ്ഡലത്തിലും ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി യുഡിഎഫ് തിരിച്ചു വരുന്നതായിരിക്കും തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. കളമശ്ശേരി മന്ത്രി പി രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി ഉൾപ്പെടെ മന്ത്രി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ പരാജയപ്പെടുത്തും. കാരണം ഈ ജില്ലയിൽ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തികഞ്ഞ പരാജയമായിരുന്നു എന്ന് ഞങ്ങളല്ല പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കളമശ്ശേരിയിൽ ബിജെപിയുടെ ആർഎസ്എസിൻ്റെയും വോട്ട് വാങ്ങി കഴിഞ്ഞ തവണ ജയിച്ചതുപോലെ ഈ തവണ രാജീവ് ജയിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും ചക്ക വീണ് മുയൽ ചാവില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി കാത്തിരിപ്പിൻ്റെ നാളുകളാണ്. മെയ് 4-ാം തീയതി വരെ ആരായിരിക്കും നമ്മൾ ഭരിക്കുക എന്നുള്ളതിൻ്റെ വലിയൊരു കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. അതിൽ നമ്മളും പങ്കാളികളാകുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അലോഷീനോടൊപ്പം ഇസക് സുൽഫിക്കർ, ന്യൂസ് മലയാളം.